പേടിഎം ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലാണ് വ്യാപാരം ആരംഭിച്ചത്. RBI കമ്പനിയുടെ പേടിഎം പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡിന് ഓൺലൈൻ പേയ്മെന്റ് അഗ്രിഗേറ്റർ സേവനങ്ങൾ നൽകുന്നതിനുള്ള താൽക്കാലിക അനുമതി നൽകിയെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് മുന്നേറ്റം. എന്നാൽ ഒരു നിബന്ധനയുടെ പുറത്താണ് ഈ അനുമതി ലഭിച്ചിരിക്കുന്നത്. സിസ്റ്റം ഓഡിറ്റ് നടത്തണമെന്നും ഈ റിപ്പോർട്ട് 6 മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും RBI അനുശാസിക്കുന്നു. കാലാവധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്പനി പരാജയപ്പെടുകയാണെങ്കിൽ നൽകിയിട്ടുള്ള അനുമതി പിൻവലിക്കും. അന്തിമ അനുമതി പരിഗണിക്കുകയില്ല എന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. നിക്ഷേപകർക്കിടയിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഓഹരിയാണ് പേടിഎം. 197 കമ്മ്യൂണിക്കേഷൻ എന്ന കമ്പനിക്ക് കീഴിൽ വിജയ് ശേഖർ ശർമ്മ 2010 കമ്പനി ആരംഭിക്കുന്നത്. QR പേയ്മെന്റ്, സൗണ്ട് ബോക്സ്, ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ പോലുള്ള അത്യാധുനിക സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിൽ കമ്പനി വലിയ വിജയം കണ്ടെത്തിയിരുന്നു. പല ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന മൈക്രോ ക്രെഡിറ്റ്, ബൈ നൗ പേ ലേറ്റർ പോലുള്ള സാമ്പത്തിക സേവനങ്ങളും നൽകിപ്പോന്നു. ബിൽ പേയ്മെന്റ്സ്, മണി ട്രാൻസ്ഫർ സേവനങ്ങൾക്ക് പുറമെ ടിക്കറ്റിംഗ് സേവനങ്ങളും ഓൺലൈൻ ഗെയിംസും റീറ്റെയിൽ ബ്രോക്കറേജ് സേവനങ്ങളും നൽകാൻ തുടങ്ങി. എന്നാൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തതോടെ പ്രതിസന്ധികളും ഉയർന്നു വന്നു. ഫിൻടെക് കമ്പനികളിൽ മുൻനിരയിലെത്തിയ കമ്പനിക്ക് ബിസിനസ്സിൽ വലിയ തിരിച്ചടികളാണ് ശേഷം നേരിടേണ്ടി വന്നത്. RBI 2022 കമ്പനിക്കെതിരെ ചുമത്തിയ നിയന്ത്രണം തന്നെയാണ് ഇതിൽ പ്രധാനം. RBI അനുശാസിക്കുന്ന പല നിയമങ്ങളും പാലിക്കാതെ കൃത്യമായ KYC നടപടികൾ സ്വീകരിക്കാതെയുള്ള അക്കൗണ്ടുകൾ കമ്പനി പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇതോടെ പുതിയ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ബിസിനസ്സുകൾക്കും പേടിഎം സേവനങ്ങൾ സജീവമായി നൽകിയിരുന്നു. ബിൽ പേയ്മെന്റ് തന്നെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. എന്നാൽ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയ മെർച്ചന്റുകളുമായി ഇടപാട് നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തി. എങ്കിലും കമ്പനിയുടെ നിലവിലുള്ള ക്ലയന്റുകളുമായി സേവനങ്ങൾ തുടരുന്നതിനുള്ള അനുമതി അന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഈ വിലക്ക് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കില്ല എന്ന് കമ്പനി അന്ന് അറിയിച്ചിരുന്നു. ഏതായാലും നിലവിലെ RBI നടപടി കമ്പനിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വിപണിയിലും നിക്ഷേപകരെ നിരാശപ്പെടുത്തിയ കമ്പനിയാണ് പേടിഎം. ഇന്നും ഓഹരികൾ IPO വിലയ്ക്ക് താഴെയാണ് തുടരുന്നത്. ഓഹരികൾ 5 വർഷത്തോളമായി ഈ നിലവാരം മറികടക്കാനാവാതെയാണ് വ്യാപാരം ചെയ്യുന്നത്. ഫിൻടെക് കമ്പനികളിൽ ഏറ്റവും വലിയ തുക സമാഹരണത്തിനായി എത്തിയ കമ്പനി 2021 നവംബറിലാണ് വിപണിയിലെത്തിയത്. അന്ന് 2150 രൂപയാണ് ഇഷ്യൂ വില പ്രഖ്യാപിച്ചത്. എന്നാൽ ലിസ്റ്റിംഗ് ദിനത്തിൽ 9% ഡിസ്കൗണ്ടിലാണ് ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിംഗ് ദിനത്തിൽ തന്നെ 27% ഇടിവോടുകൂടിയാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത്. ലിസ്റ്റിംഗ് ദിനം ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരികളിലൊന്ന് എന്ന പദവിയും പേടിഎം സ്വന്തമാക്കി. തുടർന്ന് ഈ വില മറികടക്കാൻ ഓഹരിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് കമ്പനി ആന്റിഫിൻ പൂർണ്ണമായും പേടിഎം ഓഹരികൾ വിറ്റഴിച്ചിരുന്നു. ഓഹരിയിൽ 27% ഓഹരികൾ ഏറ്റെടുത്തുകൊണ്ട് 33,600 കോടി രൂപയുടെ നിക്ഷേപമാണ് കമ്പനി നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പലതവണയായി ഓഹരികൾ വിറ്റൊഴിക്കേണ്ട സാഹചര്യമാണ് കമ്പനിക്കുണ്ടായത്. ആദ്യമായി IPOയുടെ ഭാഗമായി ഓഫർ ഫോൾ സെയിൽ വഴിയാണ് ഓഹരികൾ വിൽക്കുന്നത്. അന്ന് 21.88 മില്യൺ ഓഹരികളാണ് വിറ്റത്. 4,704 കോടി രൂപയാണ് അന്ന് സമാഹരിച്ചത്. പിന്നീട് 2023 ആയപ്പോഴേക്കും ജൂൺ സെപ്റ്റംബർ കാലയളവിൽ 23.7% ഉണ്ടായിരുന്ന സ്റ്റേക്ക് 9% കുറച്ചു. അന്ന് വിജയ് ശേഖർ ശർമ്മയാണ് ഓഹരികൾ വാങ്ങിയത്. 7,230 കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ കമ്പനി സമാഹരിച്ചത്. തുടർന്ന് 2025 മെയ് മാസത്തിലാണ് ആന്റിഫിൻ ഓഹരികൾ വീണ്ടും വിൽക്കുന്നത്. ഓഹരി ഒന്നിന് 824 രൂപ നിരക്കിൽ 4% ഓഹരികൾ അന്ന് വിറ്റു. 2,103 കോടി രൂപയാണ് ഈ ബ്ലോക്ക് ഡീലിലൂടെ സമാഹരിച്ചത്. ശേഷിച്ച 5.84% ഓഹരികൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 5 വിറ്റത്. 1,067 കോടി രൂപയാണ് അന്ന് കമ്പനിക്ക് ലഭിച്ചത്. പേടിഎമ്മിലുള്ള നിക്ഷേപത്തിലൂടെ ആന്റിഫിൻ കമ്പനിക്കുണ്ടായത് 15,700 കോടി രൂപയുടെ നഷ്ടമാണ്. വാറൻ ബഫറ്റിന്റെ ബെർക്ക്ഷയർ ഹാത്വേ എന്ന കമ്പനിക്കും ഓഹരികൾ പൂർണ്ണമായി വിറ്റൊഴിക്കേണ്ട സാഹചര്യമുണ്ടായി. കമ്പനിക്ക് 600 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. വിപണിയിൽ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടിരുന്ന ഓഹരി 310 രൂപ വരെ ഇടിഞ്ഞിരുന്നു. അവിടെ നിന്ന് 3.5 ഇരട്ടിയോളം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും IPO വിലയിൽ നിന്നും 50% ഇടിവിലാണ് ഓഹരി തുടരുന്നത്. നിലവിലെ ഈ നടപടി കമ്പനിക്ക് ഗുണകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിറ്റി ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട്. ഓഹരി 1,215 രൂപ വരെ എത്തിയേക്കാമെന്നാണ് കരുതുന്നത്. മറ്റൊരു ബ്രോക്കറേജായ ഡോളർ ക്യാപിറ്റൽ ഓഹരി 1,400 രൂപ വരെ എത്തിയേക്കുമെന്നാണ് പറയുന്നത്. ഏറ്റവും ഉയർന്ന ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് ഈ ബ്രോക്കറേജാണ്. വിവിധ അനലിസ്റ്റുകൾ ഓഹരിയിൽ കവറേജ് നൽകുന്നുണ്ട്. ഇതിൽ തന്നെ 10 അനലിസ്റ്റുകൾ ഓഹരിക്ക് ബൈ ശുപാർശ തന്നെയാണ് നൽകുന്നത്. 5 അനലിസ്റ്റുകൾ ഓഹരികൾ കൈവശം വച്ച നിക്ഷേപകരോട് അത് ഒഴിവാക്കേണ്ടതില്ല എന്നാണ് നിർദ്ദേശിക്കുന്നത്. എങ്കിലും 4 അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശ തന്നെയാണ് നൽകുന്നത്. ഇന്ന് ഓഹരി 52 ആഴ്ചയിലെ ഉയർന്ന നിലയായ 1187 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിലും 4%-ലധികം നേട്ടം നിലനിർത്താൻ ഓഹരിക്ക് സാധിക്കുന്നുണ്ട്.